ചില ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടാൽ എന്ത് സന്തോഷമാണ്. പരസ്പരം അവരുടെ വീട്ടിലേക്കൊന്ന് ചൊല്ലുമ്പോൾ അവർ പിന്നെ നല്ലതുപോലെ സലാം പറയാറുണ്ട്, ഭാര്യമാരോട് സലാം പറയാറുണ്ട്. ഇന്നിപ്പോണ്ടോ അല്ലേ? പോകുമ്പോ വരുമ്പോ വരും അല്ലെ? ഈ ഒരു പ്രവണത അല്ലേ സഹോദര? അങ്ങനല്ല. പോകുന്ന സ്ഥലം നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് പറയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ്. നബിതങ്ങൾ പറഞ്ഞിട്ട് ഇന്നെടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്റെ ഭർത്താവ് ഇന്നെടുത്ത്. ഇന്നിപ്പോ എങ്ങനെ പിന്നെ കൊല്ലത്ത് പോയി ഒറ്റ പോക്ക. പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചു ചോദിക്കും, നിങ്ങളിപ്പോ എവിടെ നിൽക്കും? ഞാൻ കൊല്ലത്ത് ഇന്നടുത്ത് നിൽക്കാന്ന് പറയും. ഈ ഒരു പ്രവണത നല്ലതല്ല. എവിടെ പോന്നെങ്കിലും ഭാര്യമാരോട് പറഞ്ഞ് നല്ലതുപോലെ സലാം പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങിപ്പോയാൽ അവനിക്കൊരു ദുആയും കിട്ടി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലിയും കിട്ടി. നല്ല സന്തോഷം വേണ്ട പ്രിയമുള്ളവരെ. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഭാര്യയും അതുപോലെ തന്റേതായിട്ടുള്ള പ്രിയപ്പെട്ട ഭർത്താവും തമ്മിൽ പരസ്പരം ഗുണകളൊന്ന് കോർത്തുപോയാൽ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനിയെന്ന് മുഴങ്ങി കേൾക്കുമ്പോ ആ സമയം മുതൽ ചാടിയേക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എത്രയോ കുറ്റങ്ങളിലും വൃത്തികേടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, വഇദാ അഖദ ബികഫിഹാ തസാഖത ബിദുനൂബിഹിമാ ബിഖുലലി അസാബിഹിമാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭർത്താവ് അവന്റേതായിട്ടുള്ള ഭാര്യയുടെ കയ്യിലേക്കൊന്ന് കോർത്തു പിടിച്ചാൽ, ഇതേ രീതിയിലൊന്ന് കോർത്തു പിടിച്ചു കഴിഞ്ഞാൽ തസാഖതു ബിദുനൂബിഹിമാ ബിഖുലലി അസാബിഹിമാ, അവരുടേതായിട്ടുള്ള വിരലുകൾക്ക് ഇടയിൽ കൂടിയിട്ട് അവർ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ നബിയേ മുഹമ്മദ് മുസ്തഫ. ഇന്ന് കൈകോറക്കാര് പോയിട്ട് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് സന്തോഷത്തിന്റെ നോട്ടം നോക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി ونظرت إليه نظر الله إليهما نظرت رحما. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ, ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി, അതാ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അവന്റേതായിട്ടുള്ള ഭാര്യന്റെ മുഖത്തേക്ക് അവൻ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യ അവന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നളറല്ലാഹു ഇലൈഹിമാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ ഭാര്യന്റെ മുഖത്തേക്ക് നോക്കുകയാണ്, ആ ഭർത്താവിന്റെ മുഖത്തേക്കും നോക്കുകയാണ്. എങ്ങനെയുള്ള നോട്ടമെന്നറിയോ? നളറത റഹ്മാ, സന്തോഷത്തിന്റെ നോട്ടമാണ് നോക്കുന്നത്. ആ ഒരു സന്തോഷത്തിന്റെ നോട്ടം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കയ്യിൽ നിന്നുള്ള നോട്ടം കിട്ടിയ അതുപോലെ പ്രിയപ്പെട്ടവനെ, അതുപോലെ പ്രിയപ്പെട്ടവങ്ങളെ, അതല്ലാതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭർത്താവ് എന്നോട് മിണ്ടുന്നില്ല, എന്റെ ഭർത്താവ് എന്നോട് സംസാരിക്കുന്നില്ല, എന്റെ ഭർത്താവ് എന്നോട് ആദ്യം മിണ്ടട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തെന്താണ് നീ മരണപ്പെട്ടു പോയാ അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് രക്ഷയില്ല. കോടതി അവിടെ നിൽക്കട്ടെ, ആരുടെ മണ്ണാകുന്ന കബറിൽ പേര് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തിന്റെ നോട്ടം പരസ്പരം ഭാര്യയും ഭർത്താവും നമ്മുടെ മുഖത്തോട് മുഖം നോക്കിയാൽ നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ, നല്ല നോട്ടം, സന്തോഷത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയാൽ പിന്നെ നമ്മളൊക്കെ രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇവിടെ വെച്ച് ഈ സദസ്സിൽ വെച്ച് നല്ല ഉറച്ചൊരു തീരുമാനം എടുത്തോളി. പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കുമ്പോൾ, മുഖത്തോട് മുഖം നോക്കുമ്പോൾ സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കിയാൽ അൽഹംദുലില്ലാഹ് സന്തോഷം. അല്ലാതെ ഇന്നത്തെ പോലെ
ഇന്നിന്റെ ആളുകളെ പോലെ മനുഷ്യരെ നമ്മൾ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോ കീരിയും പാമ്പിനെയും പോലെ ആയിത്തീർന്നാൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹു തആല മുഖം തിരിച്ചുകൾ എന്ന് വെച്ചാൽ അള്ളാഹു നമ്മളിലേക്ക് നോക്കൂല എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോ ഒരു പുഞ്ചിരിയോടുകൂടി സന്തോഷത്തിന്റെ നോട്ടം നോക്കിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ്. ഓരോ ദിവസവും ഓരോ വീട്ടിലും ഭർത്താവും ഭാര്യയും തമ്മിൽ എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും നല്ല നോട്ടം, നല്ല ചിരി, ഇതുണ്ടായാൽ നമ്മൾ വിജയിച്ചവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഒരു പരിശീലനം ഉണ്ടായിക്കോളി അല്ലേ. ഇന്നിപ്പോ നോക്കാൻ തന്നെ മടിയാ, ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ അവർക്കും മടി, തിരിച്ചിങ്ങോട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ മടി അല്ലേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ എന്റെ ഉപ്പമാരോട് ഞാൻ വളരെ അടിവരെ ഇട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഭാര്യമാർ ഇനി എത്ര വല്ല പരുഷ സ്വഭാവമുള്ളവരാണെങ്കിലും അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാൻ നമ്മൾ ഒരുങ്ങണം, എന്നാലേ നമുക്ക് വിജയമുള്ളൂ. ആര് പഠിപ്പിച്ചു? എന്റെ വാക്കല്ല, ലോകത്തിന്റെ നേതാവ് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. അവരിന് എന്ത് കാണിച്ചാലും അതൊന്ന് വളരെ ക്ഷമയോടുകൂടി ഒന്ന് ഇരിക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാ ഇന്നിപ്പോ നമ്മളെ കൊണ്ട് കഴിയണില്ല. പരിശുദ്ധ പുണ്യ റസൂലേ അമ്പിളി നൂറുള്ള ആദിരു പുണ്യ നിലാവേ സയ്യിദ് തഖിയുള്ള അമ്പിളി തോക്കും തിങ്കൾ താഹ അമ്പവരാജാമുത്തൊളിനൂറ ആരംഭമേറും സയ്യിദ് രാജ അമ്പിളിയോ പുണ്യ നിലാവോ മുത്തൊളിനൂറുള്ള ലോകത്തിന്റെ നേതാവ് മദീനയുടെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരുടെ കയ്യിൽ എന്തെങ്കിലും പരുഷമായ ഒരു സ്വഭാവം കണ്ട നബി തങ്ങളും അതേപോലെ കാണിച്ചിട്ടില്ല. നബി തങ്ങളും അതേപോലെ തിരിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. സന്തോഷത്തിന്റെ വാർത്തകൾ പറഞ്ഞിട്ട്, സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവരെ സന്തോഷിപ്പിക്കാറാ ലോകത്തിന്റെ നേതാവിന്റെ പതിവ്. പ്രിയമുള്ള ഭർത്താക്കന്മാരെ, ഇത് ഒന്നാമത്തെ നല്ലൊരു ഗുണമാണ്. ഭാര്യമാര് പരുഷമുള്ള സ്വഭാവക്കാരായ അവരുടെ ആ പരുഷമുള്ള സ്വഭാവങ്ങള് ഒന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കണേ. വെള്ളിയാഴ്ച തോറും അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് പോകുമ്പോ അവിടെ ഉസ്താദുമാർ ഒരുപാട് ഇൽമുകൾ പറയുമ്പോ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് വന്നുകൊണ്ട് വെള്ളിയാഴ്ച ഉസ്താദ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. ഇത് ലോകത്തിന്റെ നേതാവിന്റെ ചര്യയാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ വിളിച്ചിരുത്തിയിട്ട് ഒരുപാട് ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നല്ലോ. തീർന്നിട്ടില്ല, അവിടുത്തെ സ്വഹാബാക്കളോടും പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പില് ഇരുന്നു കൊണ്ട് ഇൽമുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഇൽമു കേട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ, നിങ്ങൾക്കൊരു പ്രയാസം വന്നാ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാ, നിങ്ങൾക്ക് വല്ല വേദനയോ ദുരിതങ്ങളോ വന്നു പോയാ നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ ജർനി ഫീ മുസീബത്തി വഖ്രിഫ് ലീ ഖൈറൻ മിൻഹാ. എന്ത് വിഷമം വന്നാലും നമുക്കും പഠിക്കാം. നമുക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും
എന്ത് ദുരിതങ്ങൾ വന്നാലും അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ദുആ നമ്മൾ ചെയ്യണം. ഇതാര് പഠിപ്പിച്ചു? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ